പ്രീ ഡയബറ്റിസ് ഇതെന്താണെന്ന് മനസ്സിലാക്കി തുടക്കത്തിലെ തന്നെ വേണ്ട രീതിയിൽ ചികിത്സിച്ചാൽ 100% പ്രമേഹം വരുന്നത് തടയാൻ സാധിക്കും. ഇത് മരുന്നുകൾ കൊണ്ടല്ല ചെയ്യേണ്ടത്. എന്താണ് പ്രീ ഡയബറ്റിസ് എന്ന് മനസ്സിലാക്കണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഗ്ലൂക്കോസ്, അരി, കിഴങ്ങ്, ഗോതമ്പെല്ലാം ദഹിച്ചിട്ടുണ്ടെന്ന ഗ്ലൂക്കോസ് ബ്ലഡിൽ ചെന്നാൽ പ്രമേയം വരുന്നതിന് മുമ്പ് 100 ഗ്ലൂക്കോസ് ബ്ലഡിലെത്തിയാൽ 100 ഇൻസുലിൻ ബ്ലഡിലേക്ക് വരും പാൻക്രിയാസിൽ നിന്നും. ഇത് ചെറിയ രക്തക്കുഴലുകളിൽ ചെല്ലുന്നു. ഇൻസുലിൻ്റെ ജോലി ഈ ഗ്ലൂക്കോസിനെ മസിൽസിൻ്റെയും 75%, ലിവറിൻ്റെയും 20%, മറ്റ് അവയവങ്ങളുടെയും അകത്തേക്ക് 5% കടത്തിവിടലാണ് ഇൻസുലിൻ്റെ ജോലി. സോ അധ്വാനവും വ്യായാമം ഇല്ലാതെ ജീവിക്കുന്ന ഒരാൾക്ക് മസിൽസിലെ ഗ്ലൂക്കോസ് എനർജിയായി മാറുന്നില്ല എങ്കിൽ ലിവറിലെ ഗ്ലൂക്കോസ് മസിലേക്ക് കൊടുക്കാനും സാധിക്കില്ല. ഈ 95% ഗ്ലൂക്കോസും എനർജിയായി മാറാനുള്ള അധ്വാനവും വ്യായാമവും ഇല്ലാത്ത ഒരാൾക്ക് ബ്ലഡിലെത്തുന്ന ഗ്ലൂക്കോസിനനുസരിച്ച് ഇൻസുലിൻ ബ്ലഡിലുണ്ടാകും. പക്ഷേ ഈ ഇൻസുലിൻ ഈ ഗ്ലൂക്കോസിനെ മസിൽസിലേക്ക് കടത്തിവിടാൻ സാധിക്കില്ല. 2% മാത്രമാണ് മസിൽസിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി. സോ ഈ ഇൻസുലിനും ഗ്ലൂക്കോസും ബ്ലഡിൽ തന്നെ കെട്ടിക്കിടക്കുന്നു. മസിൽസിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ്, ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് പതുക്കെ കൂടി തുടങ്ങുന്നു. ബ്ലഡ് ഷുഗർ 100 തൊട്ട് 125 വരെയാണ് നമ്മൾ പ്രീ ഡയബറ്റിസ് എന്ന് പറയുന്നത്, റൈറ്റ്? അതേ സമയത്ത് ബ്ലഡിൽ ഇൻസുലിൻ പരിശോധിച്ച് നോക്കിയാൽ ഹൈപ്പർ ഇൻസുലിനീമിയ, ഇൻസുലിൻ്റെ കുറവല്ല, ഇൻസുലിൻ ആക്ഷൻ ഇല്ലാതെ ബ്ലഡിൽ വെറുതെ കെട്ടിക്കിടക്കുന്നത് കാണാം, ഇനാക്റ്റീവ് ഇൻസുലിൻ. ഇതോടുകൂടി പാൻക്രിയാസിൽ നിന്നും ബ്ലഡിലേക്ക് ഇൻസുലിൻ ചാടുന്നത് കുറയാൻ തുടങ്ങും. ചാട്ട കുറയുമ്പോൾ പ്രൊഡക്ഷൻ കുറയാൻ തുടങ്ങും. ഇതോടെ പാൻക്രിയാസ് പതുക്കെ മടി പിടിച്ച് ഉറങ്ങാൻ തുടങ്ങും. സോ ഈ ലേസിനെസ് ഓഫ് ദ പാൻക്രിയാസ്, ഉറക്കം തൂങ്ങിയിരിക്കുന്ന പാൻക്രിയാസ് ആണ് പ്രീ ഡയബറ്റിസ്. ലേസി പാൻക്രിയാസും ബ്ലഡിൽ ഇൻസുലിൻ കെട്ടിക്കിടക്കുന്നത്, ഹൈപ്പർ ഇൻസുലിനീമിയ, ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറവ്, ബ്ലഡിലെ ഷുഗർ പതുക്കെ കൂടി വരുന്ന 100 തൊട്ട് 125 വരെ, പ്ലസ് മസിൽ ലെവലിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഇതിനെ മരുന്നുകൊണ്ടാണോ ചികിത്സിക്കേണ്ടത്? എല്ലാ മസിൽസ് കൊണ്ട് വ്യായാമം ചെയ്ത് എല്ലാ മസിലും സ്ഥലം ഉണ്ടാക്കി കൊടുത്താൽ ബ്ലഡിലെ ഗ്ലൂക്കോസ് മസിൽസ് കയറിപ്പോകാൻ തുടങ്ങിയാൽ ഇൻസുലിൻ വിൽ ബി യൂസ്ഡ്. ഹൈപ്പർ ഇൻസുലിനിമിയ താന്ന് വരും. കൂടുതൽ ഇൻസുലിൻ ചാടാൻ തുടങ്ങും, സെൻസിറ്റിവിറ്റി കൂടും, റെസിസ്റ്റൻസ് ഇല്ലാതാകും, പാൻക്രിയാസ് വിൽ കം അപ്പ് അഗെയിൻ. ഇത് എഴുന്നേറ്റ് വീണ്ടും പഴയ പോലെ പ്രവർത്തിക്കാൻ തുടങ്ങും. സോ പാളിപ്പോയ ജീവിതശൈലി ചിട്ടപ്പെടുത്തലാണ് പ്രീ ഡയബറ്റിസിൻ്റെ ട്രീറ്റ്മെൻറ്റ്. മുളയിലെ പ്രമേഹത്തെ നുള്ളിക്കളയൽ.